കാഴ്ച പരിമിതിയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടുന്നവർക്ക് ദൈനംദിന ജീവിതം സുഗമമാക്കുന്നതിന് ഉപകരിക്കുന്ന സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ പദ്ധതി ചെറുവള്ളി വാളക്കയത്ത് തുടങ്ങി. വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിലാണ് സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ സജ്ജമാക്കിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഇത്തരം സ്ഥാപനങ്ങൾ അത്യാവശ്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത് വിവിധങ്ങളായ ആശയങ്ങൾ ചേർത്തെടുത്തതും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സിൽ ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ടാണിത് സർവോദയ ഗ്രന്ഥശാലയിലേക്ക് എത്തിയത്. നാടിൻ്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമർജ്യോതി കോളേജ് ഉൾപ്പെടെ അവിടുത്തെ കുട്ടികളുടെയൊക്കെ പിൻബലവും സഹായവും ശാസ്ത്രീയ നിരീക്ഷണവും വീക്ഷണവുമെല്ലാം ഇതിന് സഹായകമായ മാർഗമായി മാറും. അന്ധത ബാധിച്ച കുട്ടികളെ, കാഴ്ചയില്ലാത്തവരെ അവരെ പഠിപ്പിക്കുക, അവരുടെ ലിപികൾ അതവരെ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെയാകണം, ആ ലിപികൾ എങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പം അതിലൂടെ അവർക്ക് പഠിക്കുക മാത്രമല്ല, അതെല്ലാം നല്ല നിലയിൽ പഠിച്ച് അവർക്ക് ആ തലത്തിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അവർക്കതിലൂടെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടി രൂപപ്പെടുക. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ഗിരീഷ് കുമാർ, കെഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമി, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി, ഫാദർ റോയി എബ്രഹാം, സർവോദയ ഗ്രന്ഥശാല പ്രസിഡന്റ് സാബു ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. സെന്റ് ഇഫ്രേംസ് കമ്മ്യൂണിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിൽ കെഡിസ്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാഴ്ചപരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി അധിഷ്ഠിത എക്സ്ക്ലൂസീവ് ഇന്നോവേഷൻ ഹബ്ബാണിത്. സംസ്ഥാനത്തെ 1000-ലധികം ലൈബ്രറികളിലേക്ക് ഈ മാതൃക വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്ന ബ്രെയിൻ വിദ്യാഭ്യാസ സാമഗ്രികളുടെയും സഹായ ഉപകരണങ്ങളുടെയും നിർമ്മാണം മേക്കർ സ്റ്റുഡിയോയിൽ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ബ്രെയിൽ പഠന ഉപകരണങ്ങൾ കാളകെട്ടി അസിസി സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡ്സിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.